ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ചേരുവകൾ കൃത്യമായാലേ ആസ്വാദനത്തിന് പൂർണ്ണത കൈവരൂ എന്ന് തിരിച്ചറിഞ്ഞ മലയാളത്തിന്റെ പ്രിയ ചലച്ചിത്രകാരനാണ് കോഴിക്കോട്ടുകാരുടെ ഐ വി ശശി. മലയാള സിനിമാ ചരിത്രത്തിൽ മാറ്റി നിർത്താനാവാത്ത ഈ പേരിനൊപ്പം ഇനി മലയാള സിനിമയുടെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരവും ചേർത്ത് വായിക്കാം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. തുലാവർഷം കനത്തു. നാടും നഗരവും വെള്ളത്തിനടിയിൽ. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ബ്യൂട്ടി കൾച്ചറൽ കോഴ്സുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും പൂക്കാട് കലാലയത്തിലെ വനിതാ വിംഗും രംഗത്ത്. കർമ്മങ്ങൾ തെറ്റുകൂടാതെ അല്ലാഹു സ്വീകരിക്കുന്ന തരത്തിൽ ചെയ്താൽ മികച്ച ഫലം ലഭിക്കുമെന്നും ഇതിന് പരിശീലനത്തോടൊപ്പം മുഴുവൻ സമയ പ്രാർത്ഥനയും ആവശ്യമാണെന്ന് കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈലി. വാർത്തകൾ വിശദമായി. കനത്ത മഴയെ തുടർന്ന് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം പ്ലാത്തിപ്ലാക്കിൽ ഖാദറിന്റെ വീടിന്റെ പിറകുവശം ഭാഗികമായി തകർന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടമാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ നഗര ഗ്രാമപ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടമാണുണ്ടായത്. രാത്രി മുതൽ തുടർന്ന മഴയിൽ കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം പ്ലാത്തിപ്ലാക്കിൽ ഖാദറിന്റെ വീടിന്റെ പുറകുവശം ഭാഗികമായി തകർന്നു. കനത്ത മഴയെ തുടർന്ന് ശക്തമായ കാറ്റാണ് ഇവിടെ ഉണ്ടായത്. തൊട്ടടുത്ത ക്വാറിയുടെ പ്രവർത്തനവും കനത്ത മഴയുമാണ് ഇവിടെ അപകടമുണ്ടായതിന്റെ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിനു മുൻപ് 2007 സമാന സംഭവമുണ്ടായിരുന്നു. അന്ന് 2 കുട്ടികളടക്കം മരണമടയുകയും ചെയ്തു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. ഇന്നലെ രാത്രി മുതലാണ് ശക്തമായ മഴ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പെയ്തത്. നഗരപ്രദേശത്തെ സ്റ്റേഡിയം ജംഗ്ഷൻ, പാവമണി റോഡ്, മാവൂർ റോഡ്, മാനാഞ്ചിറ തുടങ്ങിയ ഭാഗങ്ങളിൽ വൻ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. ഗ്രാമപ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടർന്നു. റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ എന്നിവ കരകവിഞ്ഞൊഴുകി. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിക്കുന്നത്. സ്ത്രീകളുടെ ഉന്നമനത്തിനുവേണ്ടി ബ്യൂട്ടി കൾച്ചറൽ കോഴ്സ് സംഘടിപ്പിച്ച് മാതൃകയാവുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈഫ് ലോങ് ലേണിംഗ് എക്സ്റ്റൻഷൻ വിഭാഗവും പൂക്കോട് കലാലയത്തിലെ വനിതാ വിംഗും. 18 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്ക് 10 ദിവസത്തെ പരിശീലനമാണ് ഇവിടെ ലഭ്യമാക്കുന്നത്. സ്ത്രീകളെ മുന്നോട്ട് നയിക്കാനും പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താനുമുള്ള പരിശ്രമത്തിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. സ്ത്രീകളുടെ ഉന്നമനത്തിനുവേണ്ടി പുതിയ കോഴ്സുകൾ നൽകി മാതൃകയാവുകയാണ് ഇന്നീ സ്ഥാപനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈഫ് ലോങ് ലേണിംഗ് എക്സ്റ്റൻഷൻ വിഭാഗവും പൂക്കാട് കലാലയ വനിതാ വിംഗും സംയുക്തമായി ബ്യൂട്ടി കൾച്ചറൽ കോഴ്സാണ് സംഘടിപ്പിക്കുന്നത്. സ്ത്രീ ശാക്തീകരണമാണ് 10 ദിവസത്തെ കോഴ്സിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ തന്നെ 140ഓളം പേരുകൾ ഞങ്ങൾക്ക് കിട്ടേണ്ടായി. പക്ഷെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒറ്റയടിക്ക് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു 50-60 ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് തുടങ്ങുകയും ചെയ്തത്. ബാക്കി വരുന്ന ഈ പേര് തന്നതിൽ തന്നെ ഇനിയും ഉണ്ട് ഒരുപാട് ആളുകൾ. അവർക്ക് ഇനിയും ക്ലാസ് വേണമെന്നാണ് പറയുന്നത്. ഈ 10 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി വരുന്ന ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. 26ഓളം പുതിയ കോഴ്സുകളാണ് ഇത്തരത്തിൽ ഷോർട്ട് ടൈം കോഴ്സുകളായി ലഭ്യമാകുക. 18 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ഈ കോഴ്സ് സൌജന്യമായി ചെയ്യാം. 10 ദിവസത്തെ കോഴ്സിന് 50 പേർക്കാണ് അഡ്മിഷൻ ലഭ്യമാകുക. കൂടാതെ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. വർഷങ്ങളായി തുടർന്നു പോകുന്ന കോഴ്സ് ഗ്രാമീണ മേഖലയിലും സജീവമാകുകയാണിപ്പോൾ. ഇതുവരെ പൂർണ്ണ സ്ത്രീ പങ്കാളിത്തമാണ് കോഴ്സിന് ലഭിക്കുന്നത്. കർമ്മങ്ങൾ തെറ്റുകൂടാതെ അല്ലാഹു സ്വീകരിക്കുന്ന തരത്തിൽ ചെയ്താൽ മികച്ച ഫലം ലഭിക്കുമെന്നും ഇതിന് പരിശീലനത്തോടൊപ്പം മുഴുവൻ സമയ പ്രാർത്ഥനയും ആവശ്യമാണെന്ന് കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈലി. റവാബി ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഉംറ പഠന ക്ലാസും ഹാജിമാരുടെ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാം ചിലവഴിക്കുന്ന പണത്തിനേക്കാൾ കർമ്മങ്ങൾ തെറ്റുകൂടാതെ ചെയ്താൽ മികച്ച ഫലം ലഭിക്കുമെന്നും പരിശീലനത്തിലൂടെ പ്രാപ്യമായ അറിവ് നല്ല കർമ്മങ്ങളായി മാറ്റിയാൽ അല്ലാഹു സ്വീകരിക്കുമെന്നും കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈലി.
കോഴിക്കോട് ടൌൺ ഹാളിൽ നടന്ന ഉംറ പഠന ക്ലാസും ഹാജിമാരുടെ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു തവണയല്ല, ഒരുപാട് തവണ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ഗ്രഹിക്കണം. ഉംറ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മികച്ച പരിശീലനം ലഭിക്കണം. അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിൽ ചെയ്യണമെങ്കിൽ അതിനും പ്രത്യേകം അറിവ് വേണം. ഹജ്ജ്, ഉംറ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നത് മുഴുവൻ സമയ പ്രാർത്ഥനകളിലാണ്. ഓരോ പ്രദക്ഷിണവും പ്രത്യേകം പ്രാർത്ഥനകളാണെന്നും ഈ പ്രാർത്ഥനയാണ് മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാം ചെയ്യുന്ന ചെത്തുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പ്രാർത്ഥനകളുടെ സൗകര്യങ്ങളുണ്ട്. ഹജ്ജ് യാത്ര എന്നൊക്കെ പറഞ്ഞാൽ തന്നെ, ഹജ്ജ് ഉംറ എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രാർത്ഥന തന്നെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, വാഹനം കയറുമ്പോൾ പ്രാർത്ഥിക്കണം, സഞ്ചരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ കാമശേരി കാണുമ്പോൾ പ്രാർത്ഥിക്കണം. അപ്രകാരം തന്നെ ഓരോ തോഫത്തിലും ഓരോ ചുറ്റിലും പ്രത്യേക പ്രത്യേക പ്രാർത്ഥനകൾ. അതിന്റെ സൈ ചെയ്യുമ്പോൾ ആ സൈയിലെ ഓരോ സൈയിലും പ്രത്യേകമായ പ്രാർത്ഥനകൾ. അങ്ങനെ പ്രാർത്ഥനകളാണ് ഉണ്ടാകുന്നത്, ഒരുപാട് പ്രാർത്ഥനകൾ. വർഷങ്ങളായി ഹജ്ജ്, ഉംറ തീർത്ഥയാത്ര സംഘടിപ്പിക്കാൻ സന്നദ്ധരാണ് റവാബി ടൂർസ് ആൻഡ് ട്രാവൽസ്. കോഴിക്കോട് നടന്ന പരിപാടിയിൽ ഉസ്മാൻ ദാരിമി പന്തിപ്പൊയിൽ അധ്യക്ഷനായിരുന്നു. അബ്ദുസമദ് പൂക്കോട്ടൂർ പഠന ക്ലാസുകൾ നയിച്ചു. അബൂബക്കർ മൌലവി വയനാട്, റവാബി ജനറൽ മാനേജർ ഹാനി KP, കോർഡിനേറ്റർ മുഹമ്മദ് ഹനീഫ്, മൊയ്തു ഹാജി തിക്കോടി തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഭാഗമായി ISM ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നവംബർ 18-ന് ബംഗളൂരുവിൽ നടക്കും. കർണാടക അഗ്രികൾച്ചറൽ മിനിസ്റ്റർ കൃഷ്ണ ഭൈരേഗൌഡ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ISM നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 18-ന് ബാംഗ്ലൂരു സെൻട്രൽ കോളേജ് ജ്ഞാനജ്യോതി ഓഡിറ്റോറിയത്തിലാണ് പ്രഖ്യാപന പരിപാടികൾ നടക്കുന്നത്. 2016 ജനുവരി 30, 31 തീയതികളിലായി കോഴിക്കോട്ട് വെച്ചാണ് ഖുർആൻ സമ്മേളനം നടക്കുക. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും ശാശ്വത സമാധാനത്തിനും നിലനിൽപ്പിനും ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശങ്ങളെ പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് സമ്മേളനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഖുർആൻ സമ്മേളനത്തിന്റെ ഭാഗമായി ഗൾഫിലും ഡൽഹി, മംഗലാപുരം, മൈസൂർ, ഹൈദരാബാദ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും പ്രചാരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. വനിതാ സംഗമം, സെമിനാർ, ഡോക്യുമെന്ററി പ്രദർശനം, പൊതുപ്രഭാഷണം, അയൽക്കൂട്ടം, ഖുർആൻ എക്സ്പോ, അധ്യാപക സംഗമം തുടങ്ങിയവയും സംഘടിപ്പിക്കും. പ്രഖ്യാപന സമ്മേളനത്തിൽ കർണാടക അഗ്രികൾച്ചറൽ മിനിസ്റ്റർ കൃഷ്ണ ബൈരേഗൌഡ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബംഗളൂരു MMA സെക്രട്ടറി AB ഖാദർ ഹാജി, ബംഗളൂരു KMCC സെക്രട്ടറി MK നൌഷാദ്, സയ്യിദ് ഹുസൈൻ എന്നിവരും പങ്കെടുക്കുമെന്നും ISM ജനറൽ സെക്രട്ടറി K സജ്ജാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. IV ശശി എന്ന പേര് കേട്ടാൽ അത് ആരെന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. 1975-ലെ ഉത്സവത്തിൽ തുടങ്ങി 40 വർഷത്തിനിടെ 150ഓളം ചിത്രങ്ങളാണ് ഇദ്ദേഹം സംവിധാനം ചെയ്തത്. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരത്തിന്റെ നിറവിലാണിപ്പോൾ IV ശശി. ഒരു റിപ്പോർട്ട്. കലാസംവിധായകനായി സിനിമാ മേഖലയിലേക്ക് കടന്നുവന്ന IV ശശി 150ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 1982-ൽ ആരൂഢം എന്ന ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള നർഗിസ് ദത്ത് ദേശീയ പുരസ്കാരം നേടി. സംസ്ഥാന അവാർഡുകൾ നേടിയ 1921 ആൾക്കൂട്ടത്തിൽ തനിയെ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത IV ശശി 1989-ൽ മൃഗയിലൂടെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡും നേടി. 4 പതിറ്റാണ്ടോളം നീണ്ട ചലച്ചിത്ര പ്രവർത്തനങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ 2014-ലെ JC ഡാനിയൽ പുരസ്കാരത്തിന് IV ശശിയെ തിരഞ്ഞെടുത്തത്. MT വാസുദേവൻ നായർ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. നടൻ പത്മശ്രീ മധു, PV ഗംഗാധരൻ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി റാണി ജോർജ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ T രാജീവ്നാഥ് എന്നിവരും ജൂറിയിലുണ്ടായിരുന്നു. 1968 AB രാജിന്റെ കളിയല്ല കല്യാണം എന്ന സിനിമയിലൂടെ കലാസംവിധായകനായിട്ടായിരുന്നു സിനിമയിൽ IV ശശി തുടക്കമിട്ടത്. ഛായാഗ്രഹണ സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് സഹസംവിധായകനായി മാറി. 1975-ലെ ഉത്സവമാണ് ആദ്യ ചിത്രം. 2013 ഏപ്രിൽ 19-ന് കോഴിക്കോട് നടന്ന ഉത്സവ് 2013 എന്ന പരിപാടിയിൽ കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് IV ശശിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചിരുന്നു. അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലൂടെ സഹപ്രവർത്തകയായി എത്തിയ സീമയാണ് IV ശശിയുടെ ഭാര്യ. 2 മക്കളോടൊപ്പം ഇവർ ചെന്നൈയിലാണ് താമസിക്കുന്നത്. 1948 മാർച്ച് 28-ന് കോഴിക്കോടാണ് IV ശശി ജനിച്ചത്. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പ്രശസ്ത സാക്സഫോൺ വാദകൻ PF രാജുവിന്റെ സോളോ ഓർക്കസ്ട്ര സുഹാനി രാത് നവംബർ 8 കോഴിക്കോട് ടൌൺ ഹാളിൽ അരങ്ങേറും. ഹിന്ദിയിലെയും മലയാളത്തിലെയും 25ഓളം ജനപ്രിയ ഗാനങ്ങൾ അവതരിപ്പിക്കും. സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ MK മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1975 മുതൽ കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോ നിലയത്തിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരികയാണ് PF രാജു. 4 പതിറ്റാണ്ടായി കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിൽ ഉടനീളവും നിരവധി സ്റ്റേജ് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഗൾഫ് നാടുകളിലും അമേരിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലും സാക്സഫോണുമായി പരിപാടികൾക്ക് പോയിട്ടുണ്ട്. സാക്സഫോൺ, ക്ലാരനെറ്റ്, ഫ്ലൂട്ട് തുടങ്ങിയ വാദ്യോപകരണങ്ങളിലാണ് ഇദ്ദേഹം വൈദഗ്ധ്യം നേടിയിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സാക്സഫോൺ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചതും PF രാജുവാണ്. നവംബർ 8 ഞായറാഴ്ച വൈകുന്നേരം കോഴിക്കോട് ടൌൺ ഹാളിൽ സുഹാനി രാത് എന്ന പേരിൽ PF രാജുവിന്റെ സാക്സഫോൺ സോളോ ഓർക്കസ്ട്ര അരങ്ങേറുമെന്ന് സംഘാടകർ പറഞ്ഞു. പരിപാടിയിൽ പ്രശസ്ത ഗായകരായ മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ, മുകേഷ്, യേശുദാസ്, S ജാനകി, P സുശീല തുടങ്ങിയവരുടെ 25ഓളം ജനപ്രിയ ഗാനങ്ങൾ അവതരിപ്പിക്കും. സുഹാനി രാത് എന്ന സംഗീത പരിപാടി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യുമെന്നും PF രാജു, K സലാം, നയൻ ജെ ഷാ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്നേഹസ്പർശം പദ്ധതിയിലൂടെ നിർധന വൃക്കരോഗികൾക്ക് ജീവകാരുണ്യത്തിന്റെ തണലൊരുക്കിയ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് സ്നേഹക്കൂട്ടായ്മയുടെ ഉപഹാരം. കളക്ടറേറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ വൃക്ക തകരാറിലായ 12-കാരൻ മുഹമ്മദ് ഫായിസ് ജമീലയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു. വൃക്ക രോഗികളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനും പുനരധിവാസത്തിനുമായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്നേഹസ്പർശം കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി എയ്ഡ്സ് രോഗികളുടെ സ്വാതന്ത്ര്യ മേഖലയിലേക്കും പ്രവേശിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സൊസൈറ്റി വാർഷിക ജനറൽ ബോഡിയിൽ അവതരിപ്പിച്ച ഭാവി രൂപരേഖയിലാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. എയ്ഡ്സ് രോഗികളെ അകറ്റി നിർത്തുന്ന പ്രവണത സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സൊസൈറ്റി ഇവരുടെ ചികിത്സയും പുനരധിവാസവും അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് രൂപരേഖ അവതരിപ്പിച്ചത്. 2014-15 സാമ്പത്തിക വർഷത്തിൽ സ്നേഹസ്പർശം കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി 3134 പേർക്ക് സാധാരണ ഡയാലിസിസും 185 പേർക്ക് പെരിട്ടോണിയൽ ഡയാലിസിസും നടത്തിയതായി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M സലീം അറിയിച്ചു. സാധാരണ ഡയാലിസിസിന് ഒരു രോഗിക്ക് പ്രതിമാസം 2500 രൂപയും പെരിട്ടോണിയൽ ഡയാലിസിസിന് 3000 രൂപയുമാണ് സൊസൈറ്റി നൽകുന്നത്. ഇതിനു പുറമെ കിഡ്നി മാറ്റിവെച്ചവരുടെ തുടർ ചികിത്സയ്ക്കായി 12,22,889 രൂപ, മൊബൈൽ ക്ലിനിക്കിന് 5,37,805 രൂപ, മാനസിക രോഗികൾക്കായി ജില്ലയിലെ 3 ക്ലിനിക്കുകളിൽ ചികിത്സ നടത്തുന്നതിന് 1,98,000 രൂപ എന്നിവയും സൊസൈറ്റി ചിലവഴിക്കുകയുണ്ടായി. മൊബൈൽ ക്ലിനിക്ക് വഴി 125 സ്കൂളുകളിൽ നടത്തിയ പരിശോധനയിൽ 336 കുട്ടികൾക്കും 590 റെസിഡൻസ് അസോസിയേഷൻ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 986 മുതിർന്നവർക്കും കിഡ്നി രോഗത്തിന്റെ ലക്ഷണം കണ്ടെത്തുകയുണ്ടായി. സൊസൈറ്റി കഴിഞ്ഞ വർഷം ജീവൽദാനം എന്ന പേരിൽ 32 അവയവദാന ബോധവൽക്കരണവും നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ചടങ്ങിൽ 2015 ആരോഗ്യ കേരളം പുരസ്കാരം ലഭിച്ച സൊസൈറ്റി അധ്യക്ഷ കൂടിയായ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീലയ്ക്ക് സ്നേഹോപഹാരം നൽകി. കഴിഞ്ഞ 3 വർഷമായി ഡയാലിസിസിന് വിധേയനാകുന്ന നാദാപുരത്തെ മുഹമ്മദ് ഫായിസ് എന്ന 12-കാരനാണ് ഉപഹാരം നൽകിയത്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M സലീമിനുള്ള ഉപഹാരം കോഴിക്കോട് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് സെക്രട്ടറി EP കുഞ്ഞബ്ദുള്ള സമ്മാനിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി, അംഗങ്ങളായ CBM നജ്മ, TK തങ്കമണി, സൊസൈറ്റി ജോയിന്റ് കൺവീനർ TM അബൂബക്കർ, കിപ്പ് സെക്രട്ടറി K മധുസൂദനൻ, പന്തലായിനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രഹാസൻ, BV ജാഫർ ബറാമി, C ആലിക്കോയ എന്നിവർ സംസാരിച്ചു. നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ രഹസ്യരോഗ ചികിത്സകർക്കെതിരെ പോലീസ് ശക്തമായ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മുക്കത്തുനിന്നും അറസ്റ്റിലായ പശ്ചിമബംഗാൾ സ്വദേശി ബ്രിഷൻ കുമാറിനെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു. വർഷങ്ങളായി മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യാജ ചികിത്സ നടത്തിവരികയായിരുന്നു ഇയാൾ. കഴിഞ്ഞ ദിവസം മുക്കത്തുനിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത വ്യാജ ഡോക്ടറെ കോടതി റിമാൻഡ് ചെയ്തു. മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വർഷങ്ങളായി അംഗീകാരങ്ങളൊന്നുമില്ലാതെ പൈൽസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ നടത്തി വന്നിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി ബ്രിഷൻ കുമാറിനെയാണ് താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തത്. ഇയാൾ കുറേ വർഷമായി മുക്കത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സുമിത എന്ന പേരിൽ ക്ലിനിക്ക് നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. മുക്കം SIK പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വ്യാജനെ പിടികൂടിയത്. SSLCക്ക് തുല്യമായ യോഗ്യത മാത്രമാണ് ഇയാൾക്കുള്ളതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.
ഒട്ടേറെ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ക്ലിനിക്കിൽ പോലീസ് പരിശോധന നടത്തിയത്. ആയുർവേദ മരുന്നുകളും അലോപ്പതി മരുന്നുകളും സിറിഞ്ചുകളും ഇവിടെ നിന്ന് പിടികൂടിയിരുന്നു. പൈൽസ് ചികിത്സയ്ക്ക് പ്രത്യേക ലേപനം നൽകി വരുന്നതായും കണ്ടെത്തിയിരുന്നു. വിഷാംശം കലർന്ന ലേപനമാണോ ഉപയോഗിക്കുന്നതെന്നും സംശയം ഉയർന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇത് പ്രത്യേക പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. സി ലാൽ കിഷോറിനെതിരെ നടന്ന വധശ്രമത്തിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ജനാധിപത്യ പ്രതിരോധം സംഘടിപ്പിച്ചു. RMP നേതാവ് കെ രമ, KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു, രമേശ് കാവിൽ തുടങ്ങിയവർ പ്രതിരോധ യോഗത്തിൽ പങ്കെടുത്തു. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം രാഷ്ട്രീയ അന്ധതയാണെന്നും വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ ജീവവായുവാണെന്നും കവിയും ഗാനരചയിതാവുമായ രമേശ് കാവിൽ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യവേദി ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് സി ലാൽകിഷോറിനെതിരായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി പരിസരത്ത് നടന്ന അസഹിഷ്ണുതയ്ക്കെതിരെ ജനാധിപത്യ പ്രതിരോധം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് സലീം അധ്യക്ഷം വഹിച്ചു. RMP നേതാവ് കെ രമ മുഖ്യപ്രഭാഷണം നടത്തി. നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ഏത് രൂപത്തിലെയും ആക്രമിച്ചുകൊള്ളൂ, അവർക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും നടത്തിക്കൊള്ളൂ. ഞങ്ങൾ കൂട്ടുണ്ടതിന് അതിന് എല്ലാ രൂപത്തിലേക്കുള്ള സംരക്ഷണം നൽകാൻ, സഹായം നൽകാൻ പിന്നിൽ ആളുകളുണ്ട് എന്നുള്ളതും അതിനെ സംരക്ഷിക്കപ്പെട്ട് നിലനിർത്തുകയാണ് എന്നുള്ളതും ഇത് വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ആളുകളെ കൊല്ലാം, ആക്രമിക്കാം, അവരെ എല്ലാവിധത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇല്ലാതാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താം. അതിനെല്ലാം ഒരു ശക്തി ഇതിന് പിന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മറയിടാനും ഒരു തടയിടാനും ആർക്കും കഴിയാത്ത രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. PM സുരേഷ് ബാബു, ഡോക്ടർ KN അജോയ് കുമാർ, കിഷൻ ചന്ദ്, രാധാകൃഷ്ണൻ കാര്യാവിൽ, T നാരായണൻ, അഡ്വക്കേറ്റ് പ്രതാപ് കുമാർ, PT ഹരിദാസ്, H ഷെഫീഖ്, P ജിനേഷ്, ക്യാപ്റ്റൻ രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് P കുമാരൻകുട്ടി, KP ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പും സംസ്ഥാന അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തുഷാരഗിരി കയാക്കിംഗ് അക്കാദമിയും സംയുക്തമായി നടത്തിയ ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയികളായ വിദേശ താരങ്ങൾക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ താരങ്ങൾക്കും ഇതുവരെ പ്രൈസ് മണി നൽകിയിട്ടില്ലെന്ന് പരാതി. മേളയുടെ നടത്തിപ്പിനായി പ്രൈസ് മണി അടക്കം 10 ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പ് DTPCക്ക് നൽകിയത്. സംസ്ഥാന ടൂറിസം വകുപ്പും സംസ്ഥാന അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തുഷാരഗിരി കയാക്കിംഗ് അക്കാദമിയും സംയുക്തമായി നടത്തിയ ഇന്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയികളായ വിദേശ കയാക്കിംഗ് താരങ്ങൾക്കും ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കയാക്കിംഗ് താരങ്ങൾക്കും ഇതുവരെ പ്രൈസ് മണി നൽകിയിട്ടില്ലെന്ന് പരാതി. ജൂലൈ 23 മുതൽ 26 വരെ നടന്ന കയാക്കിംഗ് മഹാമേളയുടെ സമ്മാനത്തുകയും ചെലവ് കാശ് പോലും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നൽകിയിട്ടില്ല. മേളയുടെ നടത്തിപ്പിനായി പ്രൈസ് മണി അടക്കം 10 ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പ് സംസ്ഥാന അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റി മുഖേന DTPCക്ക് നൽകിയത്. മേളയുടെ നടത്തിപ്പിൽ പ്രാരംഭ ചെലവുകൾക്കായി സംസ്ഥാന അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റി ജൂലൈ മാസത്തിൽ തന്നെ 4.5 ലക്ഷം കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കൈമാറിയെങ്കിലും പ്രൈസ് മണി ഇനത്തിലോ ചെലവിനത്തിലോ ഒരു കാശും നൽകിയിട്ടില്ലെന്ന് സംഘാടകർ പറഞ്ഞു. ബാക്കിയുള്ള 5.5 ലക്ഷം രൂപയും ഒരു മാസം മുൻപ് അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റി DTPCക്ക് നൽകിയിട്ടുള്ളതാണെന്ന് സൊസൈറ്റി അധികൃതർ പറഞ്ഞു. 7.5 ലക്ഷം രൂപയാണ് ചാമ്പ്യൻഷിപ്പിലെ വിവിധ ഇനങ്ങളിലായി വിജയിച്ചവർക്ക് സമ്മാനത്തുകയായി നൽകാനുള്ളത്. ബാക്കിയുള്ള 2.5 ലക്ഷം രൂപ ചാമ്പ്യൻഷിപ്പിന്റെ ചെലവിലേക്കുമാണ് വകകൊള്ളിച്ചിട്ടുള്ളത്. കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കുവാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നും ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം ഇന്ത്യയിലെത്തിയ കയാക്കർമാർക്കാണ് പ്രൈസ് മണി വാങ്ങാനാകാതെ തിരിച്ചു പോകേണ്ടി വന്നത്. മുൻ വർഷങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ സമ്മാനത്തുക കൃത്യമായി നൽകിയിരുന്നു. ചാമ്പ്യൻഷിപ്പ് സമയത്തെ DTPC സെക്രട്ടറി ഇപ്പോൾ തലസ്ഥാനത്തില്ല. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കഥകളി അരങ്ങിലെ മഹാപ്രതിഭ നാട്യാചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് വിദ്യാർത്ഥികളുടെ ആദരം. ഹോളിക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ ഹോളിക്രോസ് കോളേജാണ് കേരളപ്പിറവി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവിനെ ആദരിച്ചത്. ദേശസ്നേഹവും മലയാളിത്വവും നിറഞ്ഞ വേദിയിലേക്ക് തികഞ്ഞ ആദരവോടെ വിദ്യാർത്ഥികൾ നാട്യാചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ ആനയിച്ചു.
ഹോളിക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ ഹോളിക്രോസ് കോളേജ് സംഘടിപ്പിച്ച കേരളപ്പിറവി ദിനാഘോഷ മലയാള വേദി വാർഷികാഘോഷ വേദിയിലാണ് കഥകളി അരങ്ങിലെ മഹാപ്രതിഭയെ ആദരിച്ചത്. ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഗുരു വന്നെത്തിയപ്പോൾ ഏവരും ആവേശത്തോടെ എഴുന്നേറ്റ് സ്വീകരിച്ചു. അവർക്കിടയിൽ ഗുരുവിനെ ആദ്യമായി കാണുന്നവരും അടുത്തറിയുന്നവരും ഉണ്ടായിരുന്നു. ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച ശേഷം ഗുരു ചേമഞ്ചേരി കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം നവരസങ്ങൾ അവതരിപ്പിച്ചു. 100ാം വയസ്സിലും തികഞ്ഞ യൗവനത്തോടെ വേദിയിൽ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ നിറഞ്ഞു നിന്നു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഷൈനി ജോർജ് അധ്യക്ഷം വഹിച്ചു. സ്ഥാപനത്തിന്റെ ഉപഹാരം പ്രിൻസിപ്പൽ ഗുരുവിന് സമ്മാനിച്ചു. തുടർന്ന് CMA വകയും കോളേജിലെ വിവിധ വകുപ്പുകളുടെ വകയും പൊന്നാടയണിയിച്ചു. കോളേജിലെ ഡിസൈൻ ക്ലബിലെ വി ബവീഷ് ഗുരുവിന്റെ രേഖാചിത്രം വരച്ച് സമർപ്പിച്ചു. മലയാള വേദി സെക്രട്ടറി അമൽ ആന്റണി, പ്രസിഡന്റ് സുഭാഷ് ആബേൽ, വൈസ് പ്രിൻസിപ്പൽ നിമേഷ് സോമൻ, C സോൾട്ടൻ, കോളേജ് യൂണിയൻ ചെയർമാൻ ജിഷ്ണു ജനാർദ്ദനൻ, രാജലക്ഷ്മി, മെൽബിൻ കെ ജോണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ വാസ്തവത്തിൽ കുത്തകകളുടെ ചൂഷണത്തിന് രാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയാണെന്ന് പോളിമിക് ഫോറം സംഘടിപ്പിച്ച ഗോവധം സെമിനാർ അഭിപ്രായപ്പെട്ടു. മതഭരണകൂടങ്ങൾ ലോകത്തൊരിടത്തും പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലെന്നും സെമിനാർ കുറ്റപ്പെടുത്തി. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ വാസ്തവത്തിൽ കുത്തകകളുടെ ചൂഷണത്തിന് രാജ്യത്തെ ഒരുക്കിക്കൊടുക്കുകയാണെന്ന് ഗോവധം സെമിനാർ അഭിപ്രായപ്പെട്ടു. മതഭരണകൂടങ്ങൾ ലോകത്തൊരിടത്തും പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലെന്നും പോളിമിക് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ അഭിപ്രായപ്പെട്ടു. ദുർബലമായ ഒരു ഭരണഘടനാ വകുപ്പിനെ മുൻനിർത്തിയാണ് പശുവിന്റെ പേരിൽ രാജ്യത്തെ മനുഷ്യരെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുന്നത്. മറുവശത്ത് ഭരണഘടന തന്നെ ശക്തമായി നിർദ്ദേശിക്കുന്ന അന്വേഷണ ബുദ്ധിയും ശാസ്ത്രചിന്തയും ഇല്ലായ്മ ചെയ്യാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരാണ് മതാചാരങ്ങളുടെ പേരിൽ ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടത്തിയത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാൻ അവർ ശ്രമിച്ചു. ഇന്ത്യയുടെ ചരിത്രം വർഗീയ കലാപങ്ങളുടെ ചരിത്രമാക്കി മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ ഹിന്ദുത്വ ശക്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. AIDYO സംസ്ഥാന പ്രസിഡന്റ് NK ബിജു വിഷയം അവതരിപ്പിച്ചു. എവിടെയെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പേരിൽ അനാചാരങ്ങളുടെ പേരിൽ കൊലയ്യപ്പെടുമ്പോ നമ്മൾ ആശ്വസിക്കുമായിരുന്നു. അതൊരു പ്രദേശത്തെ ഒരു സാധാരണ സംഭവമാണ്. പൊതുവിലുള്ള വിഷയമല്ല. പക്ഷെ ഇന്നങ്ങനല്ല. കാര്യങ്ങൾക്ക് പുതിയൊരു ഡയമെൻഷൻ കൈവന്നിരിക്കുന്നു, പുതിയൊരു സാഹചര്യം. രാജ്യത്ത് ജനങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരായ ആളുകളെ, അധ്യാപകന്മാരെ, ഗുരുനാഥന്മാരെ തുടർച്ചയായി കൊല ചെയ്യുന്നു. ഭാരതീയ വിചാര കേന്ദ്രം പ്രവർത്തകൻ KC വിനയരാജൻ, പ്രൊഫസർ MA ഷിനാസ്, പ്രൊഫസർ M ജ്യോതിരാജ്, A ശേഖർ, പോളിമിക് ഫോറം ചെയർമാൻ പ്രൊഫസർ CV കുമാരൻ, P നീനു, PM ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ഭക്ഷണപ്രിയരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പായ ഷാക്കീസ് ഹോട്ട്പോട്ട് അതിന്റെ 1ാം വാർഷികം തത്സമയ ബിരിയാണി തയ്യാറാക്കൽ മത്സരം നടത്തി ആഘോഷിച്ചു. ബിരിയാണിയിൽ രുചിവൈവിധ്യമൊരുക്കി 20ഓളം പേരാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. വാട്സ്ആപ്പ് ഫുഡി ഗ്രൂപ്പായ ഷാക്കീസ് ഹോട്ട്സ്പോട്ട് 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് തത്സമയ പാചക മത്സരം സംഘടിപ്പിച്ചത്. വൈവിധ്യമേറിയ ഭക്ഷണം പാചകം ചെയ്ത് ഓരോരുത്തരും മികവ് പ്രകടിപ്പിച്ചു. ബിരിയാണി തയ്യാറാക്കൽ മത്സരത്തിൽ ഞണ്ട്, ബീഫ്, ചെമ്മീൻ, അയക്കൂറ, ആഗോലി, കോഴി, സുഗന്ധി എന്നിങ്ങനെ രുചിയൂറുന്ന ഇനങ്ങളാണ് ഒരുക്കിയത്. സീരിയൽ താരം സുരഭി ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ഇവരെ ഒരു 50-55 വയസ്സുള്ള ആൾക്കാരെടുത്ത് പോയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വർത്തമാനം പറയാൻ പഠിച്ചെടുത്തത്. അപ്പൊ എന്നോട് ഇപ്പൊ എല്ലാരും വിളിച്ചിട്ട് പറയും വയസ്സായില്ല, ഒരു പോയത്തം പറ്റി, അങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെ അന്യം നിന്ന് പോയിട്ടുള്ള നമ്മുടെ മലബാറിന്റെ സംസാര രീതി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അത് മൂസക്കായിനോട് പറയണമെന്ന് ചോദിച്ചിട്ട് ഒരു വയസ്സായില്ല മൂസക്കായിന്ന്. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ആരെ കളിയാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല ഇത്. ഇപ്പൊ പാത്തും അല്ലെങ്കിൽ ഈ ഒരു സംസാരം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കോഴിക്കോട് നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ലാളിത്യമുള്ള, ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള ഒരു സംസാര രീതിയാണ്. ഇത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അപ്പോ അത് ഇതിനു വേണ്ടിയിട്ട് അവര് പ്രത്യേകം ചില ഉമ്മമാരെടുത്ത് പോയിട്ടൊക്കെ ഞാൻ ഇപ്പൊ ഉള്ള നിങ്ങളുടെ ഈ ജനറേഷനിലുള്ള ആരുടെയും സംസാര രീതി അങ്ങനെയല്ല. ഇതിന്റെ കുറച്ചും കൂടി ബാക്കോട്ടുള്ള നിങ്ങളൊക്കെ ഉമ്മമാരെ എല്ലാരും പറയില്ല എന്റെ ഉമ്മേനെ തോന്നിക്കൊരു മൂത്തും മണ്ണായിരുന്നു, അങ്ങനെ മരിച്ചുപോയ ആൾക്കാരൊക്കെ പോലെ ആ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പൊ അതാണ് എനിക്ക് ഭാഗ്യമായിട്ട് വന്നത്. ഷെഫ് തസ്നീം ഹസീസ് മുഖ്യാതിഥിയായിരുന്നു. നെല്ലറ ഫുഡ് പ്രൊഡക്റ്റ് MD ഷംസുദ്ദീൻ, ഗ്രൂപ്പ് അഡ്മിൻ ഷാക്കിറ ഫിറോസ് എന്നിവർ സംസാരിച്ചു.
പന്തീരാങ്കാവിൽ ജപ്പാൻ ജലവിതരണ സംഭരണി മണിക്കൂറുകളോളം നിറഞ്ഞൊഴുകി പരിസരങ്ങളിലെ വീടുകളിലും റോഡുകളിലൂടെയും വെള്ളം കുത്തിയൊഴുകി വീടുകൾക്കും കിണറിനും റോഡിനും കേടുപാടുകൾ ഉണ്ടായതായി പരാതി. പെരുമണ്ണ ഈസ്റ്റിലെ പാറമ്മലിലുള്ള ഭീമൻ ടാങ്കിലേക്ക് കുഴൽ വഴി കയറ്റിവിട്ട വെള്ളം ടാങ്ക് നിറഞ്ഞാണ് പരന്നൊഴുകിയത്. പെരുമണ്ണ പാറമ്മൽ കട്ടകളത്ത് GICA പ്രോജക്ടിന്റെ ഭാഗമായ കേരള വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണിക്ക് സമീപം ഇന്നലെ ഉച്ചയോടെ ശക്തമായ ജലച്ചോർച്ചയുണ്ടായി. സമീപത്തെ ഇടവഴികളിലൂടെയും റോഡിലൂടെയും പറമ്പിലൂടെയും സമീപത്തെ വീട്ടുമുറ്റങ്ങളിലൂടെയും വെള്ളം പരന്നൊഴുകിയത് പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി. ടാങ്കിന്റെ സമീപത്ത് താമസിക്കുന്ന കട്ടക്കളം വിനോദിന്റെ വീട്ടിലെ കിണറിന്റെ അടിഭാഗം ഇതിനോടകം തകർന്നു കഴിഞ്ഞു. റസാഖ്, മണി, മുജീബ് എന്നിവരുടെ വീട്ടുമുറ്റത്ത് ചളി കെട്ടിക്കിടക്കുകയാണ്. ചുറ്റുമതിലും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഓവർഫ്ലോ ആണ് ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. താൽക്കാലികമായി ഇന്നലെ രാത്രിയോടെ ജലപ്രവാഹം നിയന്ത്രിച്ചുവെങ്കിലും ഇന്ന് ഇതുവരെയും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വേണ്ടത്ര കരുതൽ നടപടികൾ കൈക്കൊള്ളാത്തതിൽ പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇനി അറിയിപ്പുകൾ. മലമ്പുഴ ITIക്ക് സമീപമുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 12-ന് നടക്കുന്ന കാടവളർത്തൽ സൌജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ടോ ഫോൺ മുഖേനയോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 0491-231-5454. സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് സിയാപ്റ്റിന്റെ കോഴിക്കോട് ട്രെയിനിംഗ് വിഭാഗത്തിൽ 16-ന് ആരംഭിക്കുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ 13 വരെ സ്വീകരിക്കും. ഫോൺ 0495-2723-666. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുലാവർഷം കനത്തു. നാടും നഗരവും വെള്ളത്തിനടിയിൽ. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ബ്യൂട്ടി കൾച്ചറൽ കോഴ്സുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും പൂക്കാട് കലാലയത്തിലെ വനിതാ വിങ്ങും രംഗത്ത്. കർമ്മങ്ങൾ തെറ്റുകൂടാതെ അല്ലാഹു സ്വീകരിക്കുന്ന തരത്തിൽ ചെയ്താൽ മികച്ച ഫലം ലഭിക്കുമെന്നും ഇതിന് പരിശീലനത്തോടൊപ്പം മുഴുവൻ സമയ പ്രാർത്ഥനയും ആവശ്യമാണെന്ന് കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈലി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.